നമസ്കാരം. പ്രധാന വാർത്തകൾ. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. 2025 യാത്രാമൊഴി. ലോകം പുതുവത്സര പുലരിയിലേക്ക്. എങ്ങും ആഘോഷ നിറവ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിനും ലേബർ കോഡിനും ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണത്തിനുമെതിരെ AITUC. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. മോദി സർക്കാർ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പണയം വെച്ചെന്ന് AITUC കേന്ദ്ര കമ്മിറ്റി അംഗം വിജയൻ കുനിശ്ശേരി. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അനധികൃത പണപ്പിരിവെന്ന പരാതി. നിർബന്ധിത പിരിവ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവരിൽ നിന്ന് നിർബന്ധിത പിരിവിനെതിരെ മുസ്ലിം ലീഗ്. വാർദ്ധക്യകാല പെൻഷൻ ഒഴികെയുള്ള സേവനം തേടുന്നവരിൽ നിന്ന് പണം പിരിക്കാമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ. പിരിവ് അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ. ഷൊർണൂർ നഗരത്തിൽ റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. തകർച്ചയിലായ SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം നവീകരിക്കും. അറ്റകുറ്റപ്പണികൾ 10 ലക്ഷം രൂപ ചെലവിൽ. ചാവക്കാട് ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് കാർ നിർത്തി കനാലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 സംഘത്തിലെ 3 പേർ പിടിയിൽ. കാറിൽ നിന്ന് 21 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്ന് ജോസഫ് ടാജറ്റ്. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കുടുംബം പാലക്കാട് ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകി. കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും വിധം സർക്കാർ സഹായമുണ്ടാകണമെന്ന് ആവശ്യം. പ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പൂരത്തിന് മുന്നോടിയായി കളമെഴുത്തുപാട്ട് തുടങ്ങി. ദേശങ്ങൾ ഇനി പൂരം ഒരുക്കങ്ങളിലേക്ക്. വിഖ്യാതമായ പൂരം മാർച്ച് 2-ന്. വാർത്തകൾ വിശദമായി. 2025 വിട പറയുന്നു. ലോകം പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓരോ നവവത്സരവും പുത്തൻ പ്രതീക്ഷകളുടേത് കൂടിയാണ്. ആഹ്ലാദവും നൊമ്പരങ്ങളും ഓർമ്മക്കൂട്ടിൽ സൂക്ഷിക്കാൻ ഒട്ടേറെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഓരോ വർഷവും പടിയിറങ്ങുന്നത്. ആഘോഷത്തിന്റെ രാപ്പാതിയിൽ പുതുവർഷം പിറക്കും. ആശംസകളും മധുരവുമായി ലോകം ആഘോഷ നിറവിലാണ്. പുതുവത്സര ദിനത്തിൽ പത്തിരിപ്പാല KSEB വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ റാലി നടത്തും. വൈകുന്നേരം 4 മണിക്ക് പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് റാലി ആരംഭിക്കുമെന്ന് സെക്ഷൻ അധികൃതർ അറിയിച്ചു. KSEB ചീഫ് സുരക്ഷാ കമ്മീഷണർ റാലി ഉദ്ഘാടനം ചെയ്യുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വയർമാൻ തൊഴിലാളികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ വൈദ്യുതി സുരക്ഷാ റാലിയിൽ പങ്കെടുക്കും. KSEB പത്തിരിപ്പാലയിലെ ജീവനക്കാർ അണിയിച്ചൊരുക്കുന്ന നിശ്ചല ദൃശ്യം, മറ്റ് വിവിധ കലാരൂപങ്ങൾ തുടങ്ങിയവ റാലിക്ക് മാറ്റുകൂട്ടും. വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം നടത്തി വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുകയാണ് റാലി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പത്തിരിപ്പാല സെക്ഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ K. പ്രേംകുമാർ പറഞ്ഞു. വൈദ്യുതി സുരക്ഷാ റാലി പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. ഈ റാലി KSEBയുടെ ചീഫ് സുരക്ഷാ കമ്മീഷണർ ശ്രീ പ്രവീൺ അവർകൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ റാലിയിൽ ഇന്നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, സന്നദ്ധ സംഘടനകൾ, വയറിംഗ് തൊഴിലാളികൾ, കുടുംബശ്രീ, ഗ്രാമപഞ്ചായത്ത്, KSEBയിലെ ജീവനക്കാർ, ഓഫീസർമാർ എന്നിങ്ങനെ ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈദ്യുതി സുരക്ഷാ അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ടൗണിലെ പാതയിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടൗണിലൂടെയുള്ള പാതയിലെ നവീകരണ പ്രവൃത്തികളാണ് നടത്തുന്നത്. പൊതുമരാമത്ത് വിഭാഗത്തിന്റെ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഷൊർണൂർ ടൗണിലെ പാതയിലെ അറ്റകുറ്റപ്പണികളാണ് ബുധനാഴ്ച ആരംഭിച്ചത്. SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടൗണിലൂടെയുള്ള പാതയിലെ നവീകരണ പ്രവൃത്തികളാണ് നടത്തുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ SMB ജംഗ്ഷൻ വഴി മാത്രമേ പ്രവേശിക്കാൻ പാടുകയുള്ളൂ. ടൗണിലെത്തിയ വാഹനങ്ങൾ പൊതുവാൾ ജംഗ്ഷൻ വഴി മാത്രം പുറത്തേക്ക് കടക്കാവുന്നതാണ്.
ഇരുദിശയിലും വാഹനങ്ങൾ പ്രവേശിച്ചാൽ റോഡിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് PWD അധികൃതർ പറഞ്ഞു. 31 മുതൽ ജനുവരി 2 വരെയാണ് വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ വൺ വേ ട്രാഫിക് മാത്രമാകും സാധ്യമാകുക. ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗത്തെ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഇതിനായി പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. രാജ്യത്തെ പൊതുമേഖലയുടെ അടിത്തറയിളക്കിയ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണം രാജ്യത്തെ ശിഥിലമാക്കുമെന്ന് AITUC കേന്ദ്ര കമ്മിറ്റി അംഗം വിജയൻ കുനിശ്ശേരി. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനും ലേബർ കോഡിനും ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണത്തിനുമെതിരെ AITUC നടത്തിയ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിജയൻ കുനിശ്ശേരി. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്നതിന് പിന്നിൽ മഹാത്മാജിയെ വിസ്മൃതിയിലാക്കാനുള്ള ശ്രമവുമുണ്ടെന്നും വിജയൻ കുനിശ്ശേരി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന് കീഴിലെ തൊഴിൽ മേഖലകളെ അസ്ഥിരപ്പെടുത്തുന്ന കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണം രാജ്യത്തെ ശിഥിലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലുള്ള തൊഴിലാളികളെ അവരുടെ ഉപജീവനാർത്ഥം അവരുടെ സമ്പദ് വ്യവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയൻ സംഘടനകളും കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും AITUC ജില്ലാ പ്രസിഡന്റ് P. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC ജയപാലൻ, NG മുരളീധരൻ നായർ, K. മല്ലിക, M. ഹരിദാസ്, K. വേലു, രവി തൃത്താല, TV വിജയൻ, മോഹൻദാസ്, TS ദാസ്, T. ഭാസ്കരൻ, TK വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചാവക്കാട്ട് കാറിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് വണ്ടി നിർത്തി കനാലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 സംഘത്തിലെ 3 പേർ പിടിയിൽ. കാറിൽ നിന്ന് 21 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കാറിൽ ലഹരി വസ്തുക്കളുമായി വരികയായിരുന്ന 4 സംഘം പോലീസിനെ കണ്ടതോടെ കാർ നിർത്തി കനോലി കനാലിലേക്ക് ചാടുകയായിരുന്നു. ഇതിൽ 3 പേർ പിടിയിലായി. പിടികിട്ടാപ്പുള്ളിയായ മാടപ്രാവ് അനൂപ് ഉൾപ്പെടെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കാണാതായ ഒരാൾക്കായി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. കാറിൽ നിന്ന് 21 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ രാവിലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. ലഹരി വസ്തുക്കളുമായി വരികയായിരുന്ന സംഘത്തെ നേരത്തെ തന്നെ പോലീസ് പിന്തുടർന്നിരുന്നു. സംഘം ചാവക്കാട് ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതോടെ വിവരം ചാവക്കാട് പോലീസിനെ അറിയിച്ചു. ഇതോടെ ചാവക്കാട് പോലീസ് പ്രതികളെ കാത്ത പുതിയ കനാലിനടുത്ത് നിലയുറപ്പിച്ചു. ഇവിടെയും പോലീസിനെ കണ്ടതോടെ ലഹരിക്കടത്ത് സംഘം കാർ നിർത്തി കനോലി കനാലിലേക്ക് ചാടുകയായിരുന്നു. തുടർന്നാണ് 3 പേരെ പോലീസ് പിടികൂടിയത്. ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷപ്പെട്ട മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അനധികൃത പിരിവെന്ന് പരാതി. സ്ത്രീ സുരക്ഷാ പദ്ധതി ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തുന്നവരിൽ നിന്നാണ് നിർബന്ധിത പിരിവ്. അനധികൃത പണപ്പിരിവ് അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പാവപ്പെട്ടവരെ പിഴിയുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമരമാരംഭിക്കുമെന്നും VM അൻവർ സാദിഖ് വ്യക്തമാക്കി. പണം നൽകിയാലേ സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന അധികാരികളുടെ നിലപാട് തിരുത്തണം. അവസാനം ഡോക്ടർ വന്ന് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോൾ 10 പേർക്ക് ഒരു ദിവസം കൊടുക്കൂ എന്നുള്ള ഇല്ലാത്ത നിയമം ഉണ്ടാക്കി ആളുകളെ തിരിച്ചയക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളിൽ നിന്ന് 50 രൂപ നിർബന്ധിത പിരിവ് പിരിക്കുന്നൊരവസ്ഥ മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട്. ഒരു 50 രൂപ ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒപ്പിട്ട് കൊടുക്കാതെ, ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ തിരിച്ചയച്ച ഒരു ഗുരുതരമായ ഒരു പ്രശ്നം മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ട്. അത്
വളരെയധികം ഗുരുതരമാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ ഒഴികെയുള്ള സേവനം തേടുന്നവരിൽ നിന്ന് പണം പിരിക്കാമെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ലസിത പ്രതികരിച്ചു. എന്നാൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വിഷയത്തിൽ നിർബന്ധിത പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടെന്നും പിരിവ് അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി അറിയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് ഈ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന അറ്റസ്റ്റേഷന് പൈസ മേടിക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം നൽകുകയും ആ പൈസ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി വരുന്ന കാര്യങ്ങൾക്ക് പൈസ മേടിക്കില്ല എന്ന ഉറപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി സംസാരിച്ച് ധാരണയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാക്കിയതിന് പിന്നിൽ ഒത്തുകളിയുണ്ട്. BJP വോട്ട് അസാധുവാക്കി ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? മറ്റത്തൂരിൽ രാജിവെക്കാത്ത പാർട്ടി പ്രവർത്തകരെ പുറത്താക്കിയ ആർജവം കോൺഗ്രസ് കാണിച്ചു. എന്നാൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്നും ജോസഫ് ടാജറ്റ് ആക്ഷേപിച്ചു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അതുപോലെ തന്നെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ മറ്റത്തൂരിൽ പാർട്ടിയുടെ ചില അംഗങ്ങൾ ചെയ്ത തെറ്റ് അത് അവരെ ബോധ്യപ്പെടുത്തുകയും പാർട്ടി ഈ കാര്യത്തിൽ എടുക്കേണ്ട സത്വര നടപടികൾ അപ്പം തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയെയും മണ്ഡലം പ്രസിഡന്റിനെയും അംഗങ്ങളെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ഗണേഷ് ഗിരിയിലെ സമാജം പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ ഷൊർണൂർ പോസ്റ്റൽ സൂപ്രണ്ടിന് നിവേദനം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്തണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് നിവേദനം നൽകിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗണേശഗിരിയിലെ സമാജം പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് നിലനിർത്തണമെന്ന ജനങ്ങളുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് വാർഡ് കൗൺസിലർ EP നന്ദകുമാർ, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പോസ്റ്റൽ സൂപ്രണ്ട് MP രമേശിന് നിവേദനം കൈമാറിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായാണ് പോസ്റ്റ് ഓഫീസ് നീക്കം ചെയ്യുന്നതെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് എടുത്തുമാറ്റാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് നേതാക്കൾ ആരോപിച്ചു. ലാഭത്തിലല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ചില ഉദ്യോഗസ്ഥരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും P വേണുഗോപാൽ പറഞ്ഞു. ഗണേശഗിരിയിൽ നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് എടുത്തുമാറ്റാനുള്ള തന്ത്രപൂർവമായുള്ള ശ്രമം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ലാഭത്തിലുള്ള പോസ്റ്റ് ഓഫീസ് പോലും നിർത്തലാക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ചെയ്യുന്നു. ഒരു ഭാഗത്ത് നിർത്തുന്നതിന് കാരണം കേന്ദ്ര പോളിസിയാണെന്ന് പറയുകയും ലാഭമില്ല എന്ന് പറയുകയും ജനങ്ങളോട് ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത് കേന്ദ്രമെല്ലാം നിർത്തലാക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നിലവിൽ ലാഭമുണ്ടായിരുന്ന അല്ലെങ്കിൽ വാടക പോലും കൊടുക്കാതെ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം, ആ കെട്ടിടം കുറേ ദൂരത്തേക്ക് മാറ്റുകയും വാടക കൊടുക്കുകയും ചെയ്യണം. അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയാണ് നഷ്ടം. ഇതുവരെ വാടക കൊടുക്കേണ്ടി വന്നില്ല, പക്ഷേ ഇപ്പോൾ വാടക കൊടുക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റൊരു സബ് പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്, അവിടെയും വാടക കൊടുക്കാതെ അവർ എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അതും എടുത്തു മാറ്റാനുള്ള അവസാന ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ. ഇത് കേന്ദ്ര ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗണേശഗിരിയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം നിവേദനം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത അധികാരികൾക്ക് കൈമാറുമെന്ന് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലെ അധികാരികൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പല്ലശ്ശനയിലെ 9 വയസ്സുകാരിയുടെ കുടുംബം പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും വിധം സർക്കാർ സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചാണ്
നിവേദനം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുട്ടിന് താഴെ മുറിച്ചുമാറ്റിയ പല്ലശന സ്വദേശിനി 9 വയസ്സുള്ള വിനോദിനിയുടെ അമ്മ പ്രസീത വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഫിയ ഇക്ബാലിനൊപ്പമെത്തിയാണ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. കുട്ടിയുടെ തുടർ ചികിത്സാ വിദ്യാഭ്യാസം, കുടുംബത്തിന് സ്വന്തമായൊരു വീട് തുടങ്ങി കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്ന വിധത്തിൽ സർക്കാർ സഹായം ഉണ്ടാകണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുമ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശിശുക്ഷേമ വകുപ്പ്, ചൈൽഡ് ലൈൻ, പട്ടികജാതി വിഭാഗം ഓഫീസർ എന്നിവർക്കൊക്കെ കുടുംബം നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണമെന്നും വിഷയത്തിൽ കളക്ടറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മറ്റൊരു നിവേദനവും നൽകിയിട്ടുണ്ട്. വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് AP സീനത്ത്, ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു എന്നിവരടങ്ങുന്ന സംഘമാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒന്നിലധികം വീണകളിൽ ശ്രുതി പോകാതെ വായിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം കൊണ്ടു മാത്രമെന്ന് പ്രശസ്ത വീണ വാദക ശിവകാമി നടരാജ്. വീണ ലയതരംഗത്തെ ആസ്വാദകർ സ്വീകരിച്ചു കഴിഞ്ഞതായും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ ശിവകാമി നടരാജ് പറഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ ചലനവും സ്പന്ദനവുമായി സാമ്യമുള്ളതാണ് വീണാവാദനം. പരമ്പരാഗത സംഗീതോപകരണമായ വീണയോടുള്ള അഭിനിവേശമാണ് പരീക്ഷണത്തിനുള്ള ധൈര്യം തന്നത്. 7 വീണകൾ ഒരേ സമയം ശ്രുതി പോവാതെ കച്ചേരി നടത്തുന്നതിന് കഠിന പരിശീലനം ആവശ്യമായിരുന്നെന്നും ശിവകാമി നടരാജ് പറഞ്ഞു. ഈ 7 സ്ട്രിങ്സ് ഉണ്ട്. ഈ 7 സ്ട്രിങ്സും ചേർന്ന് വായിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതിൽ 7 പേരും 7 സ്ട്രിങ്സും ചേർത്ത് സുന്ദരമായ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ദൈവം സഹായിച്ച് നമുക്ക് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്നും എല്ലാം നന്നാവുമെന്ന് ഹോപ്പ്ഫുള്ളി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സപ്തസ്വരങ്ങൾ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. 7 പേരായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കർണാട്ടിക് ക്ലാസിക്കിലെ സപ്തസ്വരം സാരി ഗമ പധ നി, ആ 7 സപ്തസ്വരം. കർണാട്ടിക് സംഗീതത്തിനും പാരമ്പര്യ നൃത്തരൂപങ്ങൾക്കും വിദേശത്ത് സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ഹോളിവുഡ് വയലിനിസ്റ്റ് ടൊറന്റോ ജയദേവൻ അഭിപ്രായപ്പെട്ടു. കാനഡയിലെ IT മേഖലയിൽ നിന്ന് സംഗീത ലോകത്തേക്ക് മാറേണ്ടി വന്നതിന് പിന്നിലും കലയോടുള്ള വിദേശികൾക്കുള്ള താൽപ്പര്യമായിരുന്നു. സംഗീതത്തിലൂടെയും നൃത്തരൂപങ്ങളിലൂടെയും വിദേശികൾ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. നൃത്തരംഗത്തും സംഗീത ലോകത്തും പഠനവും പരിശീലനവും നടത്തി പ്രഗത്ഭരാകുന്ന ഒട്ടേറെ പേരുണ്ടെന്നും ടൊറന്റോ ജയദേവൻ പറഞ്ഞു. പ്രശസ്ത നർത്തകരായ അഭിജിത്ത് ദാസ്, ഗോപിക രാജ് എന്നിവരും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂരിൽ പ്രധാന പാതയോരത്തെ ആൽമരം സർക്കാർ മൃഗാശുപത്രിക്ക് ഭീഷണിയായി. കെട്ടിടത്തിന് ഭീഷണിയായ ആൽമരക്കൊമ്പുകൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയിൽ മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പാതയോരത്തെ വൻ ആൽമരമാണ് തൊട്ടടുത്ത സർക്കാർ മൃഗാശുപത്രി കെട്ടിടത്തിന് ഭീഷണിയായി മാറിയത്. ആൽമരത്തിന്റെ വലിയ കൊമ്പുകൾ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾക്ക് മുകളിലാണ്. കൊമ്പ് പൊട്ടിവീണാൽ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണിപ്പോൾ. അപകട ഭീഷണിയായ മരത്തിന്റെ കൊമ്പുകൾ ഉടൻ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രസിദ്ധമായ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി കളമെഴുത്തുപാട്ട് തുടങ്ങി. മാർച്ച് 2-നാണ് ചിനക്കത്തൂർ പൂരം. അനുഷ്ഠാന നിറവിൽ കളമ്പാട്ടും തോൽപ്പാവക്കൂത്തും ആവേശകരമായ കൊടിയേറ്റത്തിനും നാളുകൾക്കപ്പുറമാണ് തട്ടകം കാത്തിരിക്കുന്ന പൂരം. ഭഗവതിക്കാവിലെ പാട്ടുകൊട്ടിലിൽ കൂറയിടലോടെയായിരുന്നു ദാരികവധം കളമ്പാട്ടിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമായത്. ദിവസവും വൈകിട്ട് പഞ്ചവർണ്ണങ്ങളാൽ കാളീരൂപം വരയ്ക്കും. ക്ഷേത്രത്തിലെ അത്താഴപൂജയ്ക്ക് ശേഷം വാദ്യത്തിൻ്റെ അകമ്പടിയോടെ താഴേക്കാവിലെ തിടമ്പ് പാട്ടുകൊട്ടിലേക്ക് എഴുന്നള്ളിക്കും. കളംപൂജ പൂർത്തിയാക്കി നന്ദുണി മീട്ടിയാണ് പാട്ട്. തിരിയൊഴിച്ചിൽ കഴിഞ്ഞ് കോമരത്തിൻ്റെ കൽപ്പനയോടെയാണ് ദിവസവും കളമ്പാട്ടിന് സമാപനം. ഭക്തർ വഴിപാടായി നടത്തുന്ന ചടങ്ങാണിത്. ഇത്തവണ 50 ദിവസമാണ് കളമെഴുത്തുപാട്ട്. പൈങ്കുളം പടിഞ്ഞാറെ കല്ലാറ്റ് സജീവ് കുറുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കളമെഴുത്തുപാട്ട്. പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്ത് ഫെബ്രുവരി 3-ന് തുടങ്ങും. ഫെബ്രുവരി 17-ന് പാട്ടുതാലപ്പൊലിയോടെ ഇത്തവണ കളമെഴുത്തുപാട്ട് പൂർത്തിയാകും. 17 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് സമാപിക്കുന്ന ഫെബ്രുവരി 19-നാണ് പൂരം കൊടിയേറ്റം. ഫെബ്രുവരി 28-ന് പൂരത്താലപ്പൊലിയും മാർച്ച് 1-ന് കുമ്മാട്ടിയും ആഘോഷിക്കും.
പാട്ട് തുടങ്ങിയതോടെ 7 ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ സജീവമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും വർഷങ്ങളായി ജീവിതത്തോടൊപ്പം തുന്നിച്ചേർത്ത് വെച്ച ചുമട്ടുതൊഴിലാളി കുപ്പായം അഴിച്ചുവെക്കാനാകാതെ ഒരു മെമ്പറുണ്ട് വാണിയംകുളത്ത്. തൻ്റെ 18-ാം വയസ്സു മുതൽ വാണിയംകുളം മങ്ങാടിയിൽ ചുമട്ടുതൊഴിലാളിയായ എ ദിലീപാണ് ജനസേവനത്തിനൊപ്പം സ്വന്തം തൊഴിലിനെയും ചേർത്ത് പിടിക്കുന്നത്. 18-ാം വയസ്സിൽ ജീവിതത്തോടൊപ്പം ചേർത്തുവെച്ചതാണ് ഈ നീലക്കുപ്പായം. ജീവിതത്തിൽ അന്നം മുട്ടാതിരിക്കാൻ നാളിതുവരെയും വഴികാട്ടിയായത് ഈ നീലക്കുപ്പായമാണെന്നാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലെ മെമ്പറായ എ ദിലീപ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി 2 മാസത്തെ അവധി കഴിഞ്ഞ് തൊഴിലാളിയുടെ കുപ്പായമണിഞ്ഞതിന്റെ സന്തോഷം ഈ ചെറുപ്പക്കാരന്റെ മുഖത്തുണ്ട്. യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഇടതു രാഷ്ട്രീയത്തിൽ സജീവമായ ദിലീപിന്റെ വാർഡ് വാണിയംകുളം അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ്. അങ്ങാടിയിൽ ചുമട്ട് ഇറക്കുന്നതിനിടയിൽ അത്യാവശ്യത്തിന് വാർഡിലെ ആരെങ്കിലും വിളിച്ചാൽ ഓടിപ്പോകാവുന്ന അത്രയും അടുത്താണ് ദിലീപ് ഉണ്ടാവുക എന്ന പ്രതീക്ഷയാണ് വാർഡിലെ ജനങ്ങൾക്ക്. ജനപ്രതിനിധിയാകുന്നതിനു മുമ്പും അതുതന്നെയായിരുന്നു രീതി. അത്യാവശ്യത്തിന് രക്തദാനത്തിനോ ആശുപത്രി കേസുകൾക്കോ മറ്റ് ജനകീയ പ്രശ്നങ്ങൾക്കോ ഓടിയെത്താൻ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും കഴിഞ്ഞു. നിലവിൽ CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് 37 വയസ്സുള്ള ദിലീപ്. ഒരേ സമയം ചുമട്ടുതൊഴിലാളിയും ജനസേവകനുമായി ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടാൻ ഭാര്യ മനീഷയും മകൻ മിലനുമടങ്ങുന്ന കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ദിലീപ് പറഞ്ഞു. 17 വർഷമായിട്ട് ഞാൻ വാണിയംകുളം അങ്ങാടിയിലെ ചുമട്ടുതൊഴിലാളിയായിട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി മത്സരിക്കണം തീരുമാനിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ 2-ാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്താവശ്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം അങ്ങാടിയിലെ ഒന്നുകൊണ്ടുള്ള തൊഴിലും കൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് 1 മാസം ലീവായിരുന്നു. ഇപ്പോൾ 1 മുതലാണ് പണിക്ക് കയറിയിട്ടുള്ളത്. തുടർന്ന് തൊഴിലും കൂലിയും പണിയും കൂടിയും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം മഞ്ഞക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, 23-ാം വാർഡ് കൗൺസിലർ PR ഷീജ എന്നിവരെ അനുമോദിച്ചു. മഞ്ഞക്കാട് നാരായണീയ സമാജം ഹാളിലായിരുന്നു അനുമോദന യോഗം. കേരള സീനിയർ സിറ്റിസൺ ഫോറം മഞ്ഞക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല, 23-ാം വാർഡ് കൗൺസിലർ PR ഷീജ എന്നിവരെ ആദരിക്കുന്നതിനായാണ് മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ചെയർപേഴ്സൺ പി നിർമ്മല മറുപടി പ്രസംഗം നടത്തി. ജീവിതത്തിന്റെ അവസാനമല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. വൃദ്ധർക്കും അവരുടേതായ പല ഉത്തരവാദിത്തങ്ങളും നമ്മുടെ സമൂഹം അവർക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. പേരക്കുട്ടികളെ വളർത്തുന്നതിനും അവരെ നല്ല രീതിയിൽ നയിക്കുന്നതിനും ഇന്നും മുത്തശ്ശന്മാരും മുത്തശ്ശികളും തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അവരുടെ ആ ഒരു അടുപ്പവും മറ്റു കാര്യങ്ങളും മറ്റുള്ളവർക്ക് ആർക്കും തന്നെ നൽകാൻ കഴിയില്ല. അല്ലെങ്കിൽ നല്ല ജീവിതപാഠം കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതിന് മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി വഹിക്കുന്ന ഒരു പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മലയെയും 23-ാം വാർഡ് കൗൺസിലർ PR ഷീജയെയും ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. അനുമോദന യോഗം ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് MN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ PR ഷീജ, K വേലായുധൻ, ഗിരിജ പ്രകാശ്, സന്തോഷ് കുമാർ, TN ശ്രീനിവാസൻ, C മധുസൂദനൻ, M രാമേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് സമാപിച്ചു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. 30 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുക്തി ത്രിദിന ക്യാമ്പിനാണ് ബുധനാഴ്ച സമാപനമായത്. രാവിലെ പൊതു ഇടം മനോഹരമാക്കാം എന്ന ആശയത്തിൽ യൂണിറ്റിലെ കുട്ടികൾ ബസ് സ്റ്റോപ്പ് ക്ലീനിംഗ് ചെയ്തു. തുടർന്ന് ബോട്ടിൽ ആർട്ട് പരിശീലനം, അഭിനേതാക്കളെ കണ്ടെത്താം എന്ന ആശയത്തിൽ നാടക പരിശീലനം എന്നിവയും നടന്നു. ആൻഡ്രൂസ്, ഷൊർണൂര്, HM ലക്ഷ്മിദേവി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വാർഡ് കൗൺസിലർ EP നന്ദകുമാർ ക്യാമ്പ് സന്ദർശിച്ചു. യൂണിറ്റിലെ 30 കുട്ടികളാണ് ത്രിദിന ക്യാമ്പിൽ പങ്കാളികളായത്. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്നതായിരുന്നു ഇത്തവണത്തെ ക്യാമ്പ് തീം. ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭിന്നശേഷി സൗഹാർദ്ദം, ഉപജീവനം, ലഹരിവിരുദ്ധ അവബോധനം, എയ്ഡ്സ് ബോധവൽക്കരണം, വയോജനമിത്രം, മാലിന്യമുക്ത നവകേരളം, വിജ്ഞാന കേരളം തുടങ്ങി വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ ക്യാമ്പിൽ നടത്തി. നല്ല നാളേക്കായി യുവജനങ്ങളെ വാർത്തെടുക്കുക എന്നതായിരുന്നു ക്യാമ്പിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്റർ വിജയകുമാർ, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് എന്നിവരുടെ ക്യാമ്പ് സന്ദർശനമുണ്ടായി. ക്യാമ്പംഗങ്ങൾക്ക് ഇത് വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചു. ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ ക്യാമ്പ് സന്ദർശിച്ചു. പ്രോഗ്രാം ഓഫീസർമാരായ C. ഗിരിജ, ഡോക്ടർ മിഥുൻ, അധ്യാപകരായ P. അഖിൽ, വിപിൻ, ജയ, അഞ്ജലി, കോളേജ് യൂണിയൻ ചെയർമാൻ C. അനന്തു കൃഷ്ണ, NSS ലീഡർമാർ, NSS വളണ്ടിയർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്യാമ്പിന് സമാപനം കുറിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തി. തുടർന്ന് 10 മണിക്ക് ശേഷം പ്രഭാഷണവും ഉണ്ടായി. ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ പ്രഭാഷണം നടത്തി. ഈശ്വര കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയാണ്. എന്നാൽ ചിലരോ കുറേ കാലം കഴിഞ്ഞിട്ട് ചിലർ പറയും എനിക്കിതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഈ ഇടയായിട്ടാണ് എനിക്കിതിലൊക്കെ താല്പര്യം തോന്നിയത്. ഞാൻ ഈ ഇടയായിട്ടൊന്നും പ്രഭാഷണമൊക്കെ കേൾക്കാൻ തുടങ്ങി. ചിലരെങ്ങനെയാണ് റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് കുറേ സമയമൊക്കെ കിട്ടും, അപ്പോൾ കൂടുതലായിട്ട് സമയം കിട്ടും, അപ്പോൾ ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നും. ചിലരോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് ഭഗവാനോടുള്ളൊരു ഭക്തി ഉണ്ടായതായിട്ടേ നമ്മൾ കാണാറില്ല. ഏകാദശിയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ഭക്തർക്ക് ഏകാദശി ഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കളരിപ്പണിക്കർ ഗണക കനിഷ സഭയുടെ 2026 കലണ്ടർ പുറത്തിറക്കി. KGKS ദേശീയ സെക്രട്ടറി രവി പണിക്കർ നാഗലശ്ശേരി പ്രകാശനം നിർവഹിച്ചു. മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ പൂന്തോട്ടം മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന് കലണ്ടർ നൽകിയാണ് ദേശീയ സെക്രട്ടറി രവി പണിക്കർ നാഗലശ്ശേരി പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുളഞ്ഞൂർ സുരേന്ദ്രൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മംഗലം വിജയരാഘവ പണിക്കർ, ജില്ലാ ട്രഷറർ മുളഞ്ഞൂർ മണികണ്ഠൻ പണിക്കർ, ജ്യോതിഷ സഭാ ഖജാൻജി കൃഷ്ണകുമാർ പണിക്കർ മുളഞ്ഞൂർ, യുവജന സഭാ സെക്രട്ടറി സജിത്ത് പാലപ്പുറം എന്നിവർ പങ്കെടുത്തു. KGKS പാലക്കാട് ജില്ലയുടെ 2026 പ്രകാശനം കലണ്ടർ പ്രകാശനം നമ്മുടെ പൂന്തോട്ടം മുൻ മേൽശാന്തി ശബരിമല നാരായണനെ കൊണ്ട് ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോങ്ങാട് GTech 25ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി കോങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അതുൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപനം പഞ്ചായത്ത് പ്രസിഡന്റ് S. സൂര്യ ഉദ്ഘാടനം ചെയ്തു. GTech നമ്മുടെ പ്രദേശത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു സമൂഹത്തിന് സന്ദേശം നൽകുന്ന ഒരു രീതിയിലോട്ട് പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ലഹരിയോട് വിട പറയണം എന്ന സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. ലഹരി ഇന്ന് നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ യുവതിയെയും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകൾ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ ക്യാമ്പസിന്റെ പരിസരങ്ങളിലുമാണ് കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത്. തുടർന്ന് ലഹരിവിരുദ്ധ ലോഗോ പ്രകാശനവും ലഹരിവിരുദ്ധ സന്ദേശവും നൽകി. അനൂപ് CV അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM ഷെർഫുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ കനകൻ, രാധാകൃഷ്ണൻ, നിഷ, പത്മജ, ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ദൃശ്യ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മെൽവിൻ ഫിലിപ്പ് സ്വാഗതവും MV ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റൊലി. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ്.
ഇത് സംബന്ധിച്ച് നിത്യവും നിരവധി വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്നിട്ടും മലയാളികൾ വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുകയാണ്. എന്തുകൊണ്ടാണ് ഇത്? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. നിരന്തരമായ വാർത്താ ചാനലുകളിലൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമൊക്കെ കൃത്യമായ മെസ്സേജുകൾ നൽകിയിട്ടും ഓൺലൈൻ തട്ടിപ്പ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് മലയാളികളാണ്. പ്രത്യേകിച്ച് മലയാളി വീട്ടമ്മമാരാണ് ഈ ഓൺലൈൻ തട്ടിപ്പിൽ പ്രധാനമായിട്ടും പെട്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് ധനികരാകാമെന്നുള്ള ഒരു സ്വാർത്ഥ ചിന്താഗതിയും അതുപോലെ തന്നെ ഓൺലൈൻ ചൂതാട്ടങ്ങളുടെയും മറ്റും വലയിൽപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത് നികത്താൻ വേണ്ടിയും ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. തീർച്ചയായും കുടുംബത്തിൻ്റെ എല്ലാ ഭദ്രതയും തകർക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണം. മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളാണ് ഇന്ന് ഈ തട്ടിപ്പിന് വിധേയരാകുന്നത്. ഇതിൻ്റെ എല്ലാം ഉറവിടങ്ങൾ ഒരു നല്ല ശതമാനവും നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ കൺട്രികളിലോ മറ്റോ ആണ് എന്നുള്ളതും ഇത്തരം ആളുകളെ വീണ്ടും ചേസ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ട പണം കിട്ടുവാനോ യാതൊരു മാർഗവുമില്ലാതിരിക്കും ഇത്തരം ചൂതാട്ടങ്ങളിലേക്കും ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളിലേക്കും നമ്മൾ കടന്നു പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ജനങ്ങൾക്ക് പണത്തിനോട് ആഗ്രഹം കൂടുന്തോറും എല്ലാവിധ തട്ടിപ്പുകളിലും അതിൽ നിന്ന് എത്തിപ്പെടുകയാണ്. പണത്തിനോട് ആഗ്രഹം ഇല്ല, നമ്മൾ സമ്പാദിക്കുന്നത് മാത്രം മതി എന്നുള്ളവർ ആരും തട്ടിപ്പിൽ ഇടപെടുന്നില്ല, അതിൽ പെടുന്നില്ല. തട്ടിപ്പ് പണത്തിന് കൂടുതൽ ആർത്തി കൂടുതൽ ആൾക്കാരെല്ലാവരും തട്ടിപ്പിൽ ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. 2025 യാത്രാമൊഴി. ലോകം പുതുവത്സര പുലരിയിലേക്ക്. എങ്ങും ആഘോഷ നിറവ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിനും ലേബർ കോഡിനും ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണത്തിനുമെതിരെ AITUC. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. മോദി സർക്കാർ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പണയം വെച്ചെന്ന് AITUC കേന്ദ്ര കമ്മിറ്റി അംഗം വിജയൻ കുനിശ്ശേരി. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അനധികൃത പണപ്പിരിവെന്ന പരാതി. നിർബന്ധിത പിരിവ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവരിൽ നിന്ന് നിർബന്ധിത പിരിവിനെതിരെ മുസ്ലിം ലീഗ്. വാർദ്ധക്യകാല പെൻഷൻ ഒഴികെയുള്ള സേവനം തേടുന്നവരിൽ നിന്ന് പണം പിരിക്കാമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ. പിരിവ് അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ. ഷൊർണൂർ നഗരത്തിൽ റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. തകർച്ചയിലായ SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം നവീകരിക്കും. അറ്റകുറ്റപ്പണികൾ 10 ലക്ഷം രൂപ ചെലവിൽ. ചാവക്കാട് ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് കാർ നിർത്തി കനാലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 സംഘത്തിലെ 3 പേർ പിടിയിൽ. കാറിൽ നിന്ന് 21 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്ന് ജോസഫ് ടാജറ്റ്. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കുടുംബം പാലക്കാട് ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകി. കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും വിധം സർക്കാർ സഹായമുണ്ടാകണമെന്ന് ആവശ്യം. പ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പൂരത്തിന് മുന്നോടിയായി കളമെഴുത്തുപാട്ട് തുടങ്ങി. ദേശങ്ങൾ ഇനി പൂരം ഒരുക്കങ്ങളിലേക്ക്. വിഖ്യാതമായ പൂരം മാർച്ച് 2-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.